ഏതെങ്കിലും ഒരാൾ ഒരു നല്ല മെസ്സേജ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് സെൻഡ് ചെയ്താൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദല്ല അലാ ഖൈർ, ഒരു നന്മ ഒരാൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ, ഒരു നല്ല കാര്യം ഒരാൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ, നല്ല കാര്യത്തിന്റെ നല്ല പള്ളിയിൽ വഅദ് നടക്കുന്നു എന്ന വാർത്ത ഒരാൾ തന്റെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്താൽ എത്ര ആളുകളാണോ അത് കാണുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി. നിന്റെ അറിയിപ്പ് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അതിന്റെ മജ്ലിസിലേക്ക് വന്നാൽ, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തേറ്റിട്ടുള്ളൂ? ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു, നല്ല മെസ്സേജ്. എന്താ മെസ്സേജ്? പള്ളിയിൽ ഇന്ന് വഅദ് നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയുടെ അധിക പ്രസരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വഅദ് നടക്കുന്നുണ്ട്, എല്ലാവരും സംബന്ധിക്കണം. ആ മെസ്സേജ് കണ്ടിട്ട് ഏതെങ്കിലും ഒരാള് ആ വഅദിന്റെ മജ്ലിസിലേക്ക് കടന്നു വന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫലഹു അജ്റു മിസ്ലി ഫായിലിഹി. ഈ മെസ്സേജ് ഇട്ടയാളുണ്ടല്ലോ, അയാൾക്ക് അത് കണ്ടിട്ട് ഏതെങ്കിലും ഒരാള് ആ വഅദിന്റെ മജ്ലിസിലേക്ക് വന്നാൽ വന്നവന്റെ കൂലി പോലോത്തൊരു കൂലി. സുബ്ഹാനല്ലാഹ്. ഈ മെസ്സേജ് അയച്ച മനുഷ്യനിക്ക്, ഈ നല്ല വിവരം കൊടുത്ത മനുഷ്യനിക്ക് അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരെ മറിച്ച് ഞാൻ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തത് ഒരു നല്ല കാര്യമല്ല, ഒരു ചീത്ത കാര്യമാണോ? അവിടെ ഡാൻസ് നടക്കുന്നുണ്ട്, ഗാനമേള നടക്കുന്നുണ്ട്, തോന്നിവാസത്തിന്റെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഈ വാർത്തയാണ് ഞാൻ ഷെയർ ചെയ്തതെങ്കിൽ അത് കണ്ടിട്ട് ഏതെങ്കിലും ഒരാള് ആ പരിപാടിയിലേക്ക് വന്നാൽ അവനിക്കോ അള്ള കൊടുക്കുന്ന കുറ്റമോ ചെയ്ത മനുഷ്യന് കൊടുക്കുന്നത് പോലെയുള്ള ശിക്ഷ ഇത് അറിയിച്ചു കൊടുത്ത മനുഷ്യനിക്കും അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ചില വിഷയങ്ങൾക്ക് ചില ആളുകൾക്ക് ജിജ്ഞാസയാണ്, ഇത് ആദ്യമായി പോസ്റ്റ് ചെയ്യുന്നവൻ ഞാനാവണം. പലരുടെയും ചിന്ത അങ്ങനെയാ. നാട്ടിലൊരു തമ്മാടിത്തരം നടക്കുന്നു, നാട്ടിലൊരു വേണ്ടാത്തരം നടക്കുന്നു, അത് ഏറ്റവും ആദ്യം അറിഞ്ഞത് ഞാനാവണോ? അത് ഏറ്റവും ആദ്യമായിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തതിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഈ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തിന്മയാണോ നന്മയാണോ നീ ഷെയർ ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നതിന്റെ മുമ്പ്, വാട്സപ്പിലേക്ക് നീ അയക്കുന്നതിന്റെ മുമ്പ്, ഫേസ്ബുക്കിൽ നീ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുമ്പ് ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. യാ അല്ലാഹ്, ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്, ഞാൻ ഈ സെൻഡ് ചെയ്യുന്നത്, ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാഹുവിന്റെ അരികിൽ എനിക്ക് കൂലി കിട്ടുന്നതാണോ? എങ്കിൽ ഒന്നാമനാവാൻ സാധിക്കുന്നത് നല്ലത് തന്നെയാ. മുത്തു മുസ്തഫാന്റെ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹീഹായ ഹദീസാ. عن جرير بن عبد الله رضي الله عنهما
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അല്ലാഹുവിന്റെ റസൂല പറയുന്നത് മൻ സന്ന സുന്നതൻ ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനാ ഒരു നല്ല കാര്യത്തിന് നീ തുടക്കം കുറിച്ചാൽ ഒരു നല്ല വിഷയത്തിന് തുടക്കം കുറിച്ചാൽ ഒരു നല്ല കാര്യത്തിന് അറിയിപ്പ് നൽകാൻ ആദ്യമായിട്ട് നിനക്ക് സാധിച്ചാൽ നിന്റെ തുടക്കം കണ്ടിട്ട് നിന്റെ അറിയിപ്പ് കണ്ടിട്ട് അതേ ആളുകളൊക്കെ ആ വഴിയിലേക്ക് കടന്നു വന്നാൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഒരു സ്വതക്ക ചോദിച്ചു, പള്ളിക്ക് വേണ്ടി ഒരു സ്വതക്ക ചോദിച്ചു, മദ്രസയ്ക്ക് വേണ്ടിയിട്ടൊരു സ്വതക്ക ചോദിച്ചു. ആദ്യം ഒരു പാവപ്പെട്ട മനുഷ്യൻ എണീറ്റ് നിന്നു. ഉസ്താദെ 500 രൂപ ഞാൻ തരാമെന്ന് കൈപൊക്കിയിട്ട് പറഞ്ഞാൽ അതെ ആ നല്ല ചര്യക്ക് ആ മജ്ലിസിൽ വെച്ച് ആദ്യം തുടക്കം കുറിച്ചത് അയാളാണല്ലോ. അത് കണ്ടിട്ട് പഠിച്ചോനെ ആ പാവപ്പെട്ട മനുഷ്യൻ തന്നെ 500 കൊടുക്കുന്നുവെങ്കിൽ എനിക്കെന്റെ റബ്ബ് എത്ര നിഅമത്ത് തന്നിട്ടുണ്ട്. എനിക്കല്ല മുതൽ തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ഭർത്താവിനെ തന്നിട്ടുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ 500 രൂപ ആദ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും പറയാതിരിക്കാനൊക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനും തരാം 1000 ഞാനും തരാം 500 ഞാനും തരാം 750, ഞാനും തരാം 100 രൂപ, ഞാനും തരാം 5000 രൂപ, ഞാനും തരാം 10,000 രൂപ, ഞാനും തരാം 50 രൂപ, ഞാനും തരാം 10 രൂപ എന്ന് പറഞ്ഞിട്ടതിന്റെ പിന്നാലെ ആയിരക്കണക്കിന് ആളുകള് സംഭാവന ചെയ്താൽ ആ സദസ്സിൽ വെച്ച് ആ നന്മക്ക് തുടക്കം കുറിച്ച മനുഷ്യൻ എന്ന നിലക്ക് അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ഇയാൾക്ക് അതിന്റെ കൂലിയുണ്ട്, 500 കൊടുത്തവന് 500ന്റെ കൂലിയുണ്ട്. കഴിഞ്ഞില്ല വഅജ്റു മൻ അമില ബിഹാ. അത് കണ്ടിട്ട് പിന്നാലെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടോ, അവർക്കെല്ലാം പടച്ച റബ്ബ് നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ. ആ പ്രതിഫലത്തിൽ നിന്ന് ഒരു ഓഹരിയോ ആദ്യം തുടങ്ങി വെച്ച ആൾക്കുണ്ട്. ആരാ പറഞ്ഞത്? സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്തേ കാരണമെന്നറിയോ? ഈ നല്ല കർമ്മത്തിന് തുടക്കം കുറിച്ചതയാളാണ്. ഇത് ചെയിൻ ബിസിനസ് ആണ്. ഇനി ആരെല്ലാം ഇത് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം പടച്ച റബ്ബ് നൽകുന്ന കൂലി അല്ലാഹു അത് കണ്ടിട്ട് ചെയ്യുന്ന മനുഷ്യനിക്ക് നൽകുമെന്ന് ഹബീബുനാ വശഫീഉനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാൽ ഇവർക്ക് കുറയോ? ഇവരുടെ കൂലി കുറഞ്ഞിട്ടാണോ ഇയാൾക്ക് കൊടുക്കുക? അല്ലാഹുവിന്റെ റസൂല് ആ സംശയത്തിന്റെ മുനയൊടിക്കുന്നു. മിൻ ഗൈരി അയ്യൻഖുസ മിൻ ഉജൂരി ശൈആ. ഒരു കൂലി പോലും അതേ പിന്നാലെ വരുന്ന മനുഷ്യന്മാര് ചെയ്യുമ്പോ അവരെ കൂലിയിൽ നിന്ന് ഒട്ടും തന്നെ കുറയാത്ത വിധത്തില് അല്ലാഹു ഈ മനുഷ്യനിക്ക് പ്രതിഫലം നൽകുമെന്ന്. ഇനി തെറ്റിന്റെ മാർഗത്തിലാണെങ്കിലോ സുബ്ഹാനല്ലാഹ്,
നാട്ടിൽ ഒരു അനാചാരം നടക്കുന്നു, തോന്നിവാസം നടക്കുന്നു. ആദ്യമായി ഹാജിക്കാന്റെ അടുത്ത് പിരിവിന് പോവാൻ. എന്താ പരിപാടി? സിനിമാറ്റിക് ഡാൻസ് നടക്കുന്നു, കൂത്താട്ടം നടക്കുന്നു, ഗാനമേള നടക്കുന്നു. പിരിവ് തുടങ്ങാനോ ആചാരടുത്തേക്ക് ആചാരച്ചാരത്ത് വന്നു. ആചാര് ക്ലബിന്റെ ടീമാ വരുന്നത്, ഒന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തുടങ്ങി തരളോ? അതെ, ആചാര് കുട്ടികൾ വന്നതല്ലേ എന്ന് കരുതിയിട്ട് അതേ തെറ്റായ മാർഗത്തിലേക്ക് 1000 രൂപ, 2000 രൂപ, 5000 രൂപ ആദ്യത്തെ സംഭാവനയുടെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുമ്പോ ചിന്തിക്കണേ, ഉപ്പാ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, മൻ സന്നാ സുന്നതൻ സയ്യിആ, മോശപ്പെട്ട കാര്യത്തിന് ആരെങ്കിലും തുടക്കം കുറിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, കാന അലൈഹി വിസ്റുഹാ, അയാൾക്ക് അതിന്റെ കുറ്റമുണ്ട്. വഫിസ്റു മൻ അമില ബിഹാ, അതെ, അത് കണ്ടിട്ട് ആരെല്ലാം ചെയ്തുവോ അവർക്കെല്ലാം പടച്ച റബ്ബ് നൽകുന്ന കുറ്റത്തിന്റെ രോഗരേ ഇയാൾക്കുമുണ്ട്. ഹബീബായ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയ്ക്ക് വേണ്ടിയാണോ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എത്ര നന്മയാ സോഷ്യൽ മീഡിയ കൊണ്ട് കിട്ടുന്നത്. ഒരൊറ്റ സെക്കൻഡ് മതിയല്ലോ, 1 മിനിറ്റ് മതിയല്ലോ. വാട്സപ്പിലൂടെ ഒരു നല്ല ഹൈറായ മെസ്സേജ് കൊടുത്തു, ഒരു നല്ല മെസ്സേജ് കൊടുത്തു വാട്സപ്പിലൂടെ. നല്ല ഉഷ്ണമുള്ള സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ വീടുകളില്, നിങ്ങളെ വീട്ടിന്റെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു മരച്ചില്ലയില് ഒരു ചെറിയ ചട്ടി ഉണ്ടാക്കിയിട്ട് ആ ചട്ടിക്കയറിൽ കെട്ടി തൂക്കിയിട്ട് പറവകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന വിധത്തില് ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ട് അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നീ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോ, അതെ, നീ വാട്സാപ്പിൽ നിന്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചൂടാണ്, ശക്തമായ ചൂടാ. ഉഷ്ണം കൊണ്ട് പറവകളെല്ലാം ചത്തൊടുങ്ങുന്ന സമയമാ, കന്നുകാലികൾ വീണ് കിടക്കുന്ന നേരമാ. മനുഷ്യന് പോലും മര്യാദക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് പണിയെടുക്കാൻ പറ്റാത്തത്ര നിലക്കുള്ള ശക്തമായ ഉഷ്ണമാ. ഈ ഒരു മെസ്സേജ് നീ കൊടുത്തിട്ട് ഇത് കണ്ടിട്ട് നിന്റെ ഫാമിലിയിലുള്ള എല്ലാ വീടുകളിലും നിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, അവിടെയുള്ള പിഞ്ചുമക്കള് ഇതുപോലെ ചെയ്താൽ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, അത് കണ്ടിട്ട് ആരെല്ലാം ചെടിച്ചട്ടി വാങ്ങിയിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ പറവകൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുമോ ഈ നന്മ ചെയ്താൽ ചെറുതല്ല മോനെ, ഇത് ചെറുതല്ല. എൻ്റെ പ്രിയപ്പെട്ട പെർമുദയിലുള്ള സഹോദരങ്ങളോട് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഉപദേശമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. എൻ്റെ ഈ പ്രഭാഷണം ലൈവിലൂടെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ചൂടാ, അതിശക്തമാ, എസിൽ കിടക്കുന്ന നമ്മൾക്കൊരു പക്ഷേ മര്യാദക്ക് അതിന്റെ ചൂടിന്റെ ഉഷ്ണം നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. അതിന്റെ ശക്തമായിരിക്കുന്ന താപനില നമ്മൾ ഒരുപക്ഷെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഉമ്മ,
ഉപ്പാ ചെറുപ്പക്കാരാ, അതെ നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചട്ടി വാങ്ങിയിട്ട് പറവകൾക്ക് കുടിക്കാൻ സാധിക്കും വിധത്തില് വെള്ളം വെച്ചാൽ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വഹാബിയായിരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില് സ്വർഗത്തിലേക്ക് പോയ ഒരു മനുഷ്യന്റെ കഥ പറയുന്നു. പക്ഷിയല്ല, പറവയല്ല, കോഴിയല്ല, ആടല്ല, മാനല്ല, പിന്നെയോ ഐനുൻ നജസായ നായയാ, വിശന്നൊട്ടി വലഞ്ഞു കിടക്കുന്ന നായ. ആ മനുഷ്യൻ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കുടിച്ച് വയറ് നിറച്ച് ദാഹം മാറ്റിയിട്ട് മുകളിലേക്ക് വന്നപ്പോ ദാഹം കൊണ്ട് നാവിങ്ങനെ പുറത്തേക്കിട്ട് വലിച്ചിട്ട് ദാഹം കൊണ്ട് ശക്തമായി സഹിക്കാൻ പറ്റാതെ മണ്ണിങ്ങനെ തപ്പി തപ്പി നടക്കുന്ന നായനെ കണ്ടപ്പോ ആ മനുഷ്യന് ചിന്തിച്ചു, അല്ലാഹ്, കുറച്ചു മുമ്പേ എനിക്കും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ അല്ലാഹ്. ദാഹം വല്ലാത്ത അനുഭവമാ. ആ നായന്റെ അവസ്ഥ കണ്ടപ്പോ ആ മനുഷ്യൻ തന്റെ ഖുഫ, തന്റെ കാലിൽ ധരിക്കുന്ന ഖുഫ എടുത്തിട്ട് അതേ പല്ലിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു, കടിച്ചു പിടിച്ച് കിണറ്റിലേക്ക് രണ്ടാമതും ഇറങ്ങി ഖുഫയിൽ വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് വന്നു. നായക്ക് വെള്ളം കുടിപ്പിച്ചു. നായ വിശന്ന് വലയുകയാണ്. നായക്ക് വല്ലാത്ത സന്തോഷമായി, വശപ്പടങ്ങി, ദാഹമടങ്ങി. അത് കാരണമായിട്ട് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് അയച്ചുവന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കണ ഹദീസ്, ആ നായനോട് കരുണ കാണിച്ചതിന്റെ പേരിൽ സ്വഹാബികൾ ഒരിക്കൽ സംശയം ചോദിക്കുന്നുണ്ട്, നബിയേ, ഇന്ന ഫിൽ ബഹായിമി ലഅജ്റാ, ഞങ്ങളുടെ നാട്ടിലുള്ള, വീട്ടിലുള്ള, ഞങ്ങളുടെ പറമ്പിലുള്ള, കാട്ടിലുള്ള കന്നുകാലികളോടും അതുപോലെ മൃഗങ്ങളോട് അതിനോടൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ, ഞങ്ങൾ വെള്ളം കൊടുക്കുന്നതിൽ, ഭക്ഷണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? യാ റസൂലല്ലാഹ്, ഹബീബിന്റെ മറുപടി, എല്ലാ പച്ചയായിരിക്കുന്ന കരുള്ള ജീവികളിലോ, എല്ലാ കരളുള്ള ജീവികൾക്കോ ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ അതിൽ പ്രതിഫലമുണ്ട്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല കാര്യം ഷെയർ ചെയ്യാൻ കഴിയണം. നല്ല കാര്യം ഷെയർ ചെയ്താലോ അത് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ചെയ്താൽ 500 പേരുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഒരു നന്മയുടെ മെസ്സേജ് ഇട്ടാൽ, അത് അവര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ, അത് കാണുന്നവര്, അത് അറിയുന്നവര്, അത് ചെയ്യുന്നവര്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ആരൊക്കെയുണ്ടോ, ഒറ്റടിക്ക് എത്ര പേരുടെ നന്മയാ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, വവിസ്റു വഅജ്റു മൻ അമില ബിഹാ വവിസ്റു മൻ അമില ബിഹാ. അതുകൊണ്ട് നന്മ ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണം. നന്മ ഷെയർ ചെയ്യാൻ, ഒരു ദിവസം ഒരു നന്മയെങ്കിലും ഷെയർ ചെയ്യാൻ നമ്മുടെ ഫേസ്ബുക്കില്, നമ്മുടെ വാട്സ്ആപ്പില്, നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയകളില് ഒരു നന്മയെങ്കിലും ഒരു ദിവസം ഷെയർ ചെയ്യാൻ
നാം ക്രിയേറ്റ് ചെയ്യണം. ഒരു റീല് നമ്മള് അതേ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോ നന്മയാണോ ചിന്തിക്കണോ, നേരെ മറിച്ചിട്ടതൊരു തിന്മയാണെങ്കിലോ അത് കണ്ടിട്ട് ചെയ്യുന്നവരാരൊക്കെയുണ്ടോ അവരുടെ കുറ്റവും നമ്മളെ അക്കൗണ്ടിൽ വരുമെന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതേ, ലോകത്തൊരു കൊലപാതകം നടന്നാൽ രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, കുടുംബ വഴക്കിന്റെ പേരിലാവട്ടെ, സ്പർദ്ധയുടെ പേരിലാവട്ടെ, ഏതെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാവട്ടെ, പ്രേമ നൈരാശ്യത്തിന്റെ പേരിലാവട്ടെ, ലോകത്ത് ഒരു കൊലപാതകം എവിടെ വെച്ച് നടന്നാലും, ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ച് നടന്നാലും അതിലൊരു ഓഹരി, കൊലപാതകത്തിന്റെ കുറ്റത്തിന്റെ ഓഹരി സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന് ഖാബീലിന് ഒരു ശിക്ഷയുണ്ട്, ഒരു ഓഹരിയുണ്ട്. ലിഅന്നഹു സന്നൽ ഖത്ല അവ്വലാ, ആദ്യമായി ലോക ചരിത്രത്തിൽ കൊലപാതകത്തിന് തുടക്കം കുറിച്ചതാരാണെന്നറിയോ? ഹാബീലിനെ കൊന്നതാ കൊലപാതകത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. അന്ന് മുതൽ അതേ ഇന്നലെ വരേക്കും നടക്കുന്ന കൊലപാതകങ്ങളെ അതൊക്കെയുണ്ടോ, ആ കൊലപാതകത്തിന്റെ എല്ലാം ഒരു ഓഹരി ഖാബീലിന് പറ്റുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്തേ കാരണമെന്നറിയോ? കൊലപാതകത്തിന്റെ ഏറ്റവും ആദ്യത്തെ തുടക്കക്കാരൻ അയാളാണ്. യാ അല്ലാഹ്, അതുകൊണ്ടാ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും ഒരു നന്മ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചാൽ അത് സ്വർഗം കിട്ടാൻ വലിയ കാരണമാണ്. നേരെ മറിച്ച് നമ്മൾ ഷെയർ ചെയ്യുന്നത് കളവാണെങ്കിലോ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതാണോ, ഒരാളെ കുറിച്ചുള്ള ഗീബത്താണോ, ഒരാളെ കുറിച്ചുള്ള നമീമത്താണോ, പരദൂഷണമാണോ, കള്ളമാണോ, എത്ര വലിയ കുറ്റമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, എന്ത് കിട്ടിയാലും അങ്ങോട്ട് തട്ടുക, അതാണല്ലോ നമ്മളെ ശൈലി അല്ലേ? എന്ത് കിട്ടിയാലും അതിന്റെ സത്യം അസത്യം നമ്മൾ ചിന്തിക്കാറില്ല. അത് കള്ളമാണോ ചിന്തിക്കാറില്ല, അത് സത്യമാണോ നോക്കാറില്ല. ഇത് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതാണോ ആരാണ് ആലോചിക്കാറുള്ളത്? വലിയ സോഷ്യൽ മീഡിയക്കാരനാണ് പോൽ, വലിയ പൊതുപ്രവർത്തകനാണ് പോൽ, സത്യമാണോ അസത്യമാണോ ചിന്തിക്കാതെയുള്ള ഷെയറിംഗ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ്, കഫാ ബിൽ മർഇ കദിബാ ഒരാള് പടച്ച റബ്ബിന്റെ ചാരത്ത് കള്ളൻ എന്ന ഓമര പേര് കിട്ടാന് കുറെ കളവൊന്നും പറയണ്ട, കുറെ കള്ളം പ്രവർത്തിക്കണ്ട. അല്ലാഹുവിന്റെ അരികില്ലടാ നമ്മളെ സംബന്ധിച്ചൊക്കെ കള്ള എന്ന് പറയാ. കഫാ ബിൽ മർഇ കദിബാ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കിട്ടിയതൊക്കെ ഷെയർ ചെയ്യാ, അത് മതി അല്ലാഹുവിന്റെ അടുത്ത് കള്ളനാവാൻ. അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവനും മറ്റുള്ളവരോട് പറയുക, കേട്ടത് മുഴുവനും ഷെയർ ചെയ്യുക, കിട്ടിയത് മുഴുവനും ഫോർവേഡ് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കഫാ ബിൽ മർഇ കദിബാ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. അതുകൊണ്ട്
അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം, പഠിച്ചോനെ ഇത് സത്യമുള്ള മെസ്സേജ് തന്നെയാണോ. ആരാ നോക്കാറുള്ളത്? ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി, ഈ ഗ്രൂപ്പ് തട്ടി. ആരെങ്കിലും വിളിച്ചിട്ട് എവിടെ ഉള്ളതാണോ ചോദിച്ചാൽ നമ്മളൊക്കെ പറയാം അറിയില്ല, ഇല്ലേ, അറിയില്ല, ആടുന്ന് കിട്ടിയതാണ്, നമ്മളെ മഹല്ല് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇന്നാലിനെ സദസ്സിൽ നിന്ന് കിട്ടിയതാണ്, ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, അത് ഷെയർ ചെയ്തു. അറിയോ സത്യാണോ? അറിയില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി താക്കീത് പറയുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമു. നിനക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നീ പോകല്ല മനുഷ്യ. എന്തേ കാരണമെന്നറിയോ? ഇത് സത്യമാണെന്ന് ഉറപ്പില്ലെങ്കിൽ, ഇത് അസത്യമാണെന്ന് സംശയമുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോവണ്ട, ഷെയർ ചെയ്യണ്ട, മറ്റുള്ളവരോട് പറയണ്ട. എന്തേ കാരണമെന്നറിയോ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. ഏതൊരു മനുഷ്യന്റെയും കേൾവിയാവട്ടെ, ഏതൊരു മനുഷ്യന്റെ നാവാവട്ടെ, ഏതൊരു മനുഷ്യന്റെ കണ്ണാവട്ടെ, ഏതൊരു മനുഷ്യന്റെ മനസ്സാവട്ടെ, ഉലൈക കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. എല്ലാറ്റിനെ കുറിച്ചും ചോദ്യമുണ്ട്, എല്ലാറ്റിനെ കുറിച്ചും വ്യക്തമായ ചോദ്യമുണ്ട്. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ മനോഹരമായി പറയുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നമ്മൾ ഷെയർ ചെയ്തതും നമ്മൾ ഫോർവേഡ് ചെയ്തതും അതേ നമ്മുടെ ഒരൊറ്റ ബട്ടൺ നെക്കിയപ്പോ 10,000 ആളുകളേക്ക് ഷെയർ ചെയ്യപ്പെട്ട ആശയമുണ്ടല്ലോ, ആ ആശയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അൽയൗമ നഖ്തിമു. ഇന്നത്തെ ദിവസം പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുന്ന നേരം, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് നാം സീല് വെക്കുന്നതാ. എന്തിനാ സീല് വെക്കുന്നത്? വായക്ക് സംസാരിക്കാൻ അവകാശമില്ല, കളവ് പറയാനൊക്കില്ല, കളവ് പറയാൻ പറ്റില്ല. കാരണം പറയുന്നത് നാവല്ലയോ, നാവ് അതേ വായക്ക് ശീല് വെച്ച് പൂട്ടിവെക്കപ്പെട്ടിരിക്കുകയാ. ഐദീഹ്യം, നമ്മളോട് സംസാരിക്കണതോ കൈകളാ, വിരലുകളാ. നമ്മുടെ വിരലുകൾ ഇങ്ങനെ വിളിച്ചു പറയും, അല്ലാ നട്ടപ്പാതിര നേരത്ത് ഞാൻ എൻ്റെ കാമുകനിക്ക്, ഞാൻ എൻ്റെ കാമുകിക്ക് ഈ കയ്യാ മെസ്സേജ് അയച്ചത്, ഈ കയ്യാ മോശപ്പെട്ടത് അയച്ചത്, ഈ കൈ കൊണ്ടാ ഞാൻ വീഡിയോ കോൾ ചെയ്തത്, ഈ കൈ കൊണ്ടാണ് ഞാൻ വീഡിയോ ചാറ്റിംഗ് നടത്തിയത്, ഈ വിരൽ കൊണ്ടാണ് ഞാൻ മോശപ്പെട്ട നമീമത്ത് പറഞ്ഞത്, പരദൂഷണം പറഞ്ഞത്. അന്ന് നമ്മുടെ വായക്ക് സംസാരിക്കാൻ അവകാശമില്ല. നടന്നതൊക്കെ കൈ വിളിച്ചു പറയോ, അൽയൗമ നഖ്തിമു അലാ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ. നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ കൈകളാ, വിരലുകളാ. അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്യാനും പറയാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, ഏത് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, ഏത് മെസ്സേജ് അയക്കുമ്പോഴും ചിന്തിക്കണം, അല്ലാഹ് ഇത് ഞാൻ അയച്ചാൽ എന്റെ മലക്കുകൾ എനിക്ക് എഴുതുന്നത് വലതു ഭാഗത്താണോ ഇടതു ഭാഗത്താണോ എന്ന് ചിന്തിച്ചിട്ടല്ലാതെ നമ്മുടെ കൈയിന്റെ വിരല് അമരരുത്, നമ്മളുടെ വിരലുകൾ ചലിക്കരുത്. കാരണം അന്ന് വിളിച്ചു പറയുന്നത്
കൈകളാ, സാക്ഷി പറയുന്നതോ വതശ്ഹദു അർജുലുകും അവരുടെ കാലുകളാണ്. അതിന് സാക്ഷി പറയുന്നത് അല്ലാഹ് ഞാൻ കണ്ടിട്ടുണ്ട്, ആ മെസ്സേജ് അയച്ചതിന്, ആ ഫോർവേഡിന് ഞാൻ സാക്ഷിയാണ്, ആ നമീമത്തിന് ഞാൻ സാക്ഷിയാണ്, ആ കുറ്റകൃത്യത്തിന് ഞാൻ സാക്ഷിയാണ്, ആ ഹറാമിന് ഞാൻ സാക്ഷിയാണ്. പറയുന്നത് കൈയാണെങ്കിൽ സാക്ഷി നിൽക്കുന്നത് നമ്മുടെ കാലുകളാ. എവിടെയാ ഇത് വന്നത്? ഏതെങ്കിലും പത്രത്തിൽ വന്ന വാർത്തയല്ല, ഏതെങ്കിലും മാഗസിനിൽ അച്ചടിച്ചു വന്ന ലേഖനങ്ങളല്ല, ഏതെങ്കിലും വാരികയിലല്ല വന്നത്, മാസികയിലല്ല വന്നത്. അല്ലാഹുവിന്റെ കലാമില് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു യാസീനിലെ ആയത്തല്ലയോ പ്രിയപ്പെട്ട ഉപ്പായി ആയത്തോ, പ്രിയപ്പെട്ട ഉമ്മായി ആയത്ത്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. الله الله. നല്ലത് പറയാൻ നമ്മളെ കൈകൾക്കുണ്ടാവണം, നല്ലതിന് സാക്ഷി പറയാൻ നമ്മുടെ കാലുകൾക്ക് കഴിയണം. അതെ, അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ. നേരെ മറിച്ചിട്ട് തിന്മയും ഗീബത്തും നമീമത്തും കുറ്റകൃത്യങ്ങളും തോന്നിവാസങ്ങളുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നലെ രാത്രി നല്ലൊരു വീഡിയോ കിട്ടി. ആ വീഡിയോ അതേ സുബ്ഹാനല്ലാഹ് കരുണ പറ്റുന്ന കാലഘട്ടമാണെന്ന്, കരുണ പറ്റുന്ന കാലഘട്ടമാണെന്ന് ഈ അടുത്തായി നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്ത് ഒരു ആക്സിഡന്റ് നടന്നു. രാത്രി നട്ടപ്പാതിര നേരത്തൊരു ആക്സിഡന്റ് നടന്നു. കോഴിക്കോട് നാഷണൽ ഹൈവേയില് മെഡിക്കൽ കോളേജിന്റെ ചാരത്തേക്ക് ഇനി സഞ്ചരിക്കാൻ ബാക്കിയുള്ളത് 1/2 കിലോമീറ്റർ മാത്രമാണ്. ആക്സിഡന്റ് പറ്റിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ആ ബോഡി, ആ ശരീരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഡോക്ടർമാര് പറയുന്നു ആക്സിഡന്റ് നടന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞു, പക്ഷേ ഇനി രക്ഷപ്പെടുത്താൻ കഴിയില്ല. കുറച്ച് നേരത്തെ എത്തിച്ചിരുന്നെങ്കിലെന്ന് ഡോക്ടർമാര് പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എന്തേ നമ്മുടെ ഉമ്മത്തിന് സംഭവിച്ചു പോയത്? ഈ ലോകത്തെ മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് കരുണ എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത് എടുത്തു കളയപ്പെടുന്ന കാലഘട്ടം സജീവമായി. അല്ലാഹ് 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 അല്ലാഹ്, കരുണ എന്ന് പറയുന്നത് അന്യമാവുന്നു. അപകടം നടക്കുമ്പോ, ട്രെയിന് അപകടം നടക്കുമ്പോ, അതേ ഒരു വീട് കത്തിയിട്ട് ചാമ്പലാകുമ്പോ, ഒരു ആക്സിഡന്റ് നടന്നിട്ട് അതേ ശരീരങ്ങൾ റോട്ടിൽ പടഞ്ഞുകൊണ്ട് മരണത്തിനോട് മല്ലടിക്കുമ്പോൾ പോലും അതെ അത് ആദ്യമായിട്ട് വീഡിയോ എടുത്ത് പകർത്തിയിട്ട് ആ വീഡിയോ ഏറ്റവും ആദ്യമായി യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ വരുമാനം കിട്ടണം, ഒരുപാട് വ്യൂസ് ഉണ്ടാവണം, ഒരുപാട് ആളുകൾ എന്റെ വീഡിയോ കാണണം, എന്നിട്ട് ഒരുപാട് കമന്റ് കിട്ടലോ. ഈ ചിന്ത പെരുകണ കാലഘട്ടമാ. ഒന്ന് അതേ മൊബൈൽ ഫോൺ ഒന്ന് കീശയിലിട്ടിട്ട് അവിടെ പടയുന്ന ശരീരങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മനസ്സില്ലാത്ത, കന്നുകാലികളെ പോലും ലജ്ജിപ്പിക്കുന്ന, മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന പ്രവർത്തനങ്ങള് ചെയ്യുന്ന കാലഘട്ടമാ. ഈയിടെ ഒരു ഉസ്താദ് വൈറലായിരുന്നു. ഇരുട്ടിയിലോ മട്ടന്നൂരിലോ ടൗണിൽ വെച്ചുകൊണ്ട് 2 ബസ്സിലെ കണ്ടക്ടർമാർ തമ്മിൽ അടികൂടുമ്പോ അവിടെ തടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം മറന്നിട്ട്
വെള്ളത്തുണിയും കുപ്പാവയും തലപ്പാവും ധരിച്ചൊരു ഉസ്താദ് ഓടി വന്നിട്ട് തടുക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ വീഡിയോയും മനോഹരമായി പകർത്തിയിട്ട് നമ്മളെല്ലാം ആ വീഡിയോ കണ്ടവരാണ്. എങ്ങനെയാ വീഡിയോ നമ്മുടെ മുമ്പിലേക്ക് വന്നത്? ഇതുപോലെ അപ്പുറത്തു നിന്ന് എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ പകർത്തുന്ന ആളുകളോ ഏതെങ്കിലും CCTV-യിൽ വരുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. നോക്കി നിന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കണ്ടിട്ട് ആർമാദിക്കുന്ന ആഹ്ലാദിക്കുന്ന കരുണ വറ്റിപ്പോയൊരു ഉമ്മത്തിന്റെ മുമ്പിലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, അതേ ലാ തുൻസഗുർ റഹ്മതു ഇല്ലാ മിൻ ഷഖീ. പടച്ച റബ്ബിന്റെ ചാരത്ത് പരാജയപ്പെട്ടവനെന്ന് ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു മുഖമുദ്ര കുത്തിയാലല്ലാതെ ആ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കരുണ ഉയർത്തപ്പെടൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇതുപോലെയുള്ള വീഡിയോ കത്തുന്നത് കാണുമ്പോ, തീ കത്തുന്നത് കാണുമ്പോ കുറച്ച് വെള്ളം കൊണ്ടുപോയി ഒഴിക്കാൻ മനസ്സില്ലാതെ ആ വീഡിയോ പകർത്തിയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ മുന്നിൽ വരുന്ന വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ കണ്ടിട്ട് ഗുഡ് എന്നോ അല്ലെങ്കിൽ ചില ആളുകൾ ലൈക്ക് കൊടുക്കും, ചില ആളുകൾ നല്ലത് പോസിറ്റീവ്, ചില ആളുകൾ നെഗറ്റീവ്, അതൊക്കെ കണ്ടിട്ട് ആളുകളെ ഒരുപാട് അതിന്റെ പിന്നാലെ ഒരുപാട് 400-ആയി 500-ആയി 600-ആയി 700-ആയി എന്ന് പറഞ്ഞിട്ട് ആ കമന്റിന്റെ എണ്ണത്തിന്റെ പെരുപ്പം കണ്ട് അഭിമാനിക്കുന്ന ആധുനിക തലമുറയിലൂടെ നാം കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുൻസൗ റഹ്മതു ഇല്ലാ മിൻ ഷഖീ. കരുണ ആരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയപ്പെട്ടു പോയിട്ടുണ്ടോ, വാത്സല്യം, സ്നേഹവും വാത്സല്യവും കരുണയും കാരുണ്യവും ആരുടെ മനസ്സിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോയോ അവൻ അല്ലാഹുവിന്റെ അരികിൽ പരാജയപ്പെട്ടവനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹ്ക്കയിലും വലിയ ഇഷ്ടമുള്ള ഏതാ? കാരുണ്യ പ്രവർത്തനം, സാന്ത്വന പ്രവർത്തനം. ഇതിലേറെ പടച്ച റബ്ബിന് ഇഷ്ടമുള്ള അമലേതാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. മനുഷ്യന്മാരോട്, ഭൂമിയിലുള്ള മനുഷ്യേതര വസ്തുക്കളോട്, സസ്യങ്ങളോട്, പറവകളോട്, അതേ സസ്യങ്ങളോട്, അതുപോലെ തന്നെ മുള്ളുമുരട് എന്തെല്ലാം ഉണ്ടോ അതിനോടെല്ലാം കരുണ കാണിച്ചാൽ ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാറ്റിനോടും നിങ്ങൾ കരുണ കാണിക്കുക. അങ്ങനെ കരുണ കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ള മലക്കുകള്, കോടാനക്കോടി മലക്കുകള് നിങ്ങൾക്കും കരുണ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ ബോധ്യപ്പെടുത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങള്, ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. തമ്മാടിത്തരത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും അതേ ഈ അടുത്തായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. തോന്നിയതിങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ആണും പെണ്ണും അതേ നോക്കാതെ ഷെയർ ചെയ്യുകയാ. തോന്നിവാസത്തിന്റെ പാട്ടുകളുണ്ട്, കൂട്ടത്തില് മുസ്ലിം സഹോദരിമാരുടെ ഡാൻസുകളുണ്ട്, മുസ്ലിം സഹോദരിമാരുടെ ആഭാസ പ്രകടനങ്ങളുണ്ട്. ഇതെല്ലാം ഷെയർ ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന പൈസ കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന
ഒരുപാട് യൂട്യൂബർമാര് ജീവിക്കുന്ന കാലഘട്ടമാ. ഞാൻ പറയുന്നത് ഇസ്ലാമിനോട് മഹബത്തുള്ളവരോടാ, എന്റെ വാത് കേൾക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാ. സുബ്ഹാനല്ലാഹ്, ഡാൻസും ആട്ടും പാട്ടും, അത് സഹോദരിമാരുടെ ഡാൻസും പാട്ടുമെല്ലാം എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സെൻഡ് ചെയ്തിട്ട് അതിലൂടെ കിട്ടുന്ന ആനന്ദം കണ്ടിട്ട്, ലൈക്ക് കണ്ടിട്ട്, കമന്റ് കണ്ടിട്ട് സന്തോഷിക്കുകയും അതിന്റെ വരുമാനം പറ്റുകയും ചെയ്യുമ്പോ കേൾക്കണേ ഉമ്മ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസ്, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ വൽ അമാനതു മഗ്നമാ വസ്സകാതു മഗ്റമാ وتؤلم العلم لغير الدين وأطاع الرجل امرأته وأقى أمه وأدنى صديقه وأقصى أباه وظهرت الأصوات في المساجد وسعد القبيلة فاسقون وكان زعيم القوم أرذله وأكرم الرجل مخافة شره وظهرت القينات والمعازف وسربت الغمور ولعن آخر هذه الأمة أولها. 10-15ഓളം കാര്യങ്ങള് അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറയുകയാ. നാട് നീളെ ഈ കാര്യങ്ങൾ സംജാതമായാൽ, നാട് നീളെ ഇത് വ്യാപകമായാൽ, ഒന്നല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദത്തുഖിദൽ ഫൈഉ ദിവലാ, പൊതു സ്വത്തുക്കളല്ല, സ്വന്തം സ്വത്തുക്കൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന കാലഘട്ടം വന്നാൽ, വൽ അമാനതു മഗ്നമാ, വിശ്വസ്തത നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ, ബാപ്പാക്ക് മക്കളെ വിശ്വാസമില്ല, ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസമില്ല. എത്ര വാർത്തകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയൽവാസിനെ വിശ്വസിക്കാൻ പറ്റണില്ല. നേരം വെളുക്കുമ്പോ ഭർത്താവിനെ കൊന്ന ഭാര്യയെ നമ്മൾ പത്രത്തിൽ കണ്ടു. ഏതെങ്കിലും നാട്ടിലല്ല, നമ്മുടെ നാടുകളിൽ, ഈ കേരളത്തിൽ നമ്മൾ കണ്ടോ, ഭർത്താവിനെ കൊന്ന, നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഭാര്യയും ഭാര്യയെ കൊന്ന ഭർത്താവും മക്കളെ കൊന്ന ഉമ്മാനെ പോലും മാതൃത്വത്തിന് അപമാനമായിട്ട് ഉമ്മ എന്ന് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ മാനം കെടുത്തിയ പെണ്ണുങ്ങൾ ഈ സാക്ഷരതയുടെ ഏറ്റവും വലിയ നാടായി അറിയപ്പെടുന്ന കേരളത്തിൽ നമ്മൾ കണ്ടു. മക്കളെ കൊലപ്പെടുത്തിയ ഉമ്മാന്റെ കഥകള്, അതേ ബാപ്പാനെ കൊലപ്പെടുത്തിയ മക്കള്, ഉമ്മാനെ കൊലപ്പെടുത്തിയ മക്കള്, മക്കളെ കൊലപ്പെടുത്തിയ മാതാപിതാക്കള്. വിശ്വാസമില്ല, മര്യാദക്കാരെയും വിശ്വസിക്കാൻ പറ്റണില്ല, അയൽവാസികളെ വിശ്വസിക്കാൻ പറ്റണില്ല. ഈ അടുത്തല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ ഒരു ചെറുപ്പക്കാരനെ അലുവയുടെ രൂപത്തിലാക്കിയിട്ട് അതേ ഗൾഫിലുള്ള സഹോദരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായി പൊതഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു സംശയത്തിന്റെ പേരിലൊന്ന് തുറന്നു നോക്കിയപ്പോ അലുവയുടെ ഉള്ളിൽ തിരികെ കയറ്റിയ കഞ്ചാവ്, മയക്കുമരുന്ന്. യാ അല്ലാഹ്, ആരെയാ വിശ്വസിക്കാൻ ഒക്കുക? ആരെയാ വിശ്വസിക്കാൻ പറ്റുക? വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരിക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വല്ലമാനതു മഗ്നമാ, വിശ്വസ്തത നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ, വസ്സകാത്തു മഗ്റമാ, സകാത്തൊക്കെ അങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കാലഘട്ടം വന്നാൽ,
സക്കാത്ത് കൊടുക്കണില്ല. സക്കാത്തുകൾ ഇഷ്ടം പോലെ കണക്ക് കൂട്ടിയാൽ കൊടുക്കാനുണ്ട്. ഏതെങ്കിലും കൊല്ലത്തിൽ ഒരു റമദാൻ വരുമ്പോ കുറച്ചെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു, അത് സക്കാത്തായി എന്ന് വിശ്വസിക്കുന്ന മുതലാളിമാര് ജീവിക്കുന്ന കാലഘട്ടമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വസകാത്തു മഗ്റമാ, ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന കാലഘട്ടം വന്നാൽ വതുല്ലിമൽ ഇൽമു ലിഗൈരിദ്ദീൻ, ദീനിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം വന്നാൽ വഅത്വഅർറജുലു ഇംറാതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്ന കാലഘട്ടം വന്നാൽ ഓള് പറയുന്നത് അവനിക്കുള്ളൂ, അവനിക്കൊരു നിലപാടില്ല. അവന്റെ കുടുംബത്തിലായാലും അവന്റെ നാട്ടിലായാലും അവന് എപ്പോഴും അവള് പറയുന്നതും നിർദ്ദേശിക്കുന്നതും മാത്രമാണ്. ഭാര്യ പറയുന്നത് കേൾക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ആണിന്റെ നിലപാട് എടുക്കാൻ കഴിയാത്ത പെൺകൂസനായി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അങ്ങനത്തെ ആണുങ്ങൾ പെരുകി വന്നാൽ ഉമ്മാനെ അടങ്ങേറാക്കുന്ന മക്കൾ കൂടിക്കൂടി വന്നാൽ യാ അല്ലാഹ്, ഇതെന്തൊരു ലോകമാ. മാതാവിനെ കോടി കയർത്ത് സംസാരിക്കുന്ന മക്കള്, ഉമ്മാനെ ചവിട്ടുന്ന മക്കള്, ഉമ്മാനെ കുറ്റപ്പെടുത്തുന്ന മക്കള്. ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങള്, ആരാ നമ്മളെ ഉമ്മ എന്നറിയോ? നമ്മളെ ഉമ്മയായാലും ഭർത്താവിന്റെ ഉമ്മയായാലും അവരോട് അപമര്യാദയായിട്ട് പെരുമാറാൻ അതേ പാടില്ല. നാശമാ നിന്റെ സ്വർഗമാ അല്ലെങ്കിൽ നിന്റെ നരകമാ. ഇമ്മാ ജന്നതുക വ ഇമ്മാ നാറുക, ഒന്നുകിൽ നിന്റെ സ്വർഗമാ അല്ലെങ്കിൽ നിന്റെ നരകമാ. വേറെ ഒന്നില്ല. ഉമ്മാനെ കൊണ്ട് ഒന്നുകിൽ സ്വർഗം കിട്ടണോ, ഇല്ലെങ്കിൽ പിന്നെ ഉമ്മാനെ കൊണ്ട് കിട്ടാനുള്ളത് നരകമാ. മോനെ ഒരു ഗുളിക വാങ്ങണമെന്ന് പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്ന മക്കളാണോ നമ്മള്? മോനെ ഒന്നെനിക്കൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതിനൊരു 5000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 3000 വേണം എന്ന് പറയുമ്പോഴേക്കും എൻ്റെ കയ്യിലില്ല, ഇനി അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടും കൊടുക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടമെങ്കിലും വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്ത മോനാണോ? കേൾക്കണേ മുത്തു മുസ്തഫാന്റെ ഹദീസ്, ഇമ്മാ ജന്നതുക വ ഇമ്മാ നാറുക, ഒന്നുകിൽ നിന്റെ സ്വർഗമാ അല്ലെങ്കിൽ നിന്റെ നരകമാ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉമ്മയുണ്ട്, ആ ഉമ്മക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ആ ഉമ്മക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്, വസ്ത്രം കൊടുക്കാറുണ്ട്, മരുന്ന് വാങ്ങി കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എന്നോട് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടമില്ല, സ്നേഹമില്ല, എന്നെ കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഉമ്മയാണ്. ഇനി ഞാൻ എൻ്റെ ഉമ്മയോട് കോംപ്രമൈസ് ആവേണ്ടതുണ്ടോ? ഇനി എൻ്റെ ഉമ്മയോട് ഞാൻ നല്ല നിലയിൽ വർത്തിക്കേണ്ടതുണ്ടോ? ചോദ്യത്തിന്റെ മറുപടി, സ്വഹബാ, എന്തേ നിങ്ങൾ ചോദിച്ചത്? ഉമ്മാന്റെ വിഷയത്തിലല്ലേ ചോദ്യം ഉന്നയിച്ചത്? കേൾക്കണോ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ട ഉമ്മ ജീവനോടെ നിങ്ങള്
മുമ്പിൽ ഇരുത്തിയിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ മുറിച്ച് കഷ്ടമാക്കിയിട്ട് കൊലപ്പെടുത്തിയാലോ നിങ്ങൾ ഉമ്മയല്ലേ എന്ന് കരുതിയിട്ട് അനങ്ങാതെ വേദന സഹിച്ചുകൊണ്ട് നിന്നു കൊടുത്താൽ പോലും ഉമ്മാനോട് വീട്ടേണ്ട കടമയുടെ 1/4 പോലും വീട്ടൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഗൗരവമുള്ളതാണ്. ഒന്നുകിൽ നമ്മുടെ സ്വർഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ നരകമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ അടങ്ങേറാക്കുന്ന മക്കൾ പെരുകുന്ന കാലം അല്ലേ, ഉപ്പാനോട് അള്ളാന്റെ റസൂല് പറയാണ് ബാപ്പാക്ക് വിലയില്ല, ബാപ്പാക്ക് വിലയില്ല, ചങ്ങാതിമാരെ അടുപ്പിച്ചോ ബാപ്പാനെ മാറ്റി നിർത്തി. കല്യാണത്തിന്റെ തലേ ദിവസം ബാപ്പ പറയുന്ന വാക്കുകൾക്ക് എന്ത് വില. ബാപ്പ ഉണ്ടാതിരിക്കുങ്ങള്, എന്റെ ചങ്ങായിമാര് പറഞ്ഞാണ്, എന്റെ ചങ്ങായിമാര് നടത്തുന്നതാണ്, ഒരു എതിരും പറയാൻ കഴിയൂല. ബാപ്പാക്ക് വിലയില്ലാത്ത കാലം ബാപ്പാനെ അകറ്റി നിർത്തി. മാത്രമല്ല അവന്റെ ചങ്ങാതിമാരെ അടുപ്പിക്കുകയും ചെയ്തു. അള്ളാന്റെ റസൂല് തുടർന്ന് പറയുന്നു പള്ളിയിൽ ദുനിയവിയായിരിക്കുന്ന സംസാരങ്ങള് അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ പള്ളിയിലൊക്കെ ചർച്ച, രാഷ്ട്രീയത്തിൽ ഇന്ന് ആര് ജയിക്കും ആര് തോൽക്കും ഇതാ ചർച്ച. എവിടെ? പള്ളിയിൽ പോലും ചർച്ചകളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരാളുടെ നാശം പേടിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ വഅലിന് ധാരാളം ചെലവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നല്ല ഒരു ഭീമമായ സംഖ്യ ഈ പരിപാടിയെല്ലാം നടക്കുമ്പോൾ ചെലവുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചം കിട്ടിയിട്ട് വേണം നമ്മുടെ പള്ളിക്കോ മദ്രസക്കോ ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളെ മുമ്പിലേക്കെല്ലാം ബക്കറ്റ് വരുന്നുണ്ട്, സ്ത്രീകളെ മുമ്പിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ആ ബക്കറ്റിൽ എല്ലാവരും ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ, അതിന് കഴിയൂലെങ്കിൽ ഒരു 20 രൂപ, അതിലും ചെറുത് ഇടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി വേറെ ഇല്ലെങ്കിൽ അതിടാ. എന്തുകൊണ്ട്? ഇവിടെ കടക്കുന്നതാരാ? എൻ്റെ ഉമ്മയാ, എൻ്റെ ഉപ്പയാ, ഉപ്പാപ്പയാ, ഉമ്മാമയാ. ഈ പള്ളിക്കാട്ടിലുണ്ട്, പരിസരത്തുള്ള പള്ളിക്കാടുകളിലൊക്കെയുണ്ട്. അല്ലാഹു അവരൊക്കെ ആരും സഹായിക്കാനില്ലാത്ത ഖബറിലാണല്ലോ. ഒന്നവരുടെ ഖബറുകളിലേക്ക് ഈ സ്വതക്കയുടെ 100 രൂപയുടെ 50 രൂപയുടെ ഈ ചെറിയ സ്വതക്കയാണെങ്കിലും ഈ സ്വതക്കന്റെ പ്രതിഫലം എൻ്റെ ഉപ്പാന്റെ ഹളറത്തിലേക്ക്, എൻ്റെ ഉമ്മാന്റെ ഹളറത്തിലേക്ക് ഒന്ന് എത്തിക്കണേ അല്ലാഹ് എന്ന നിയ്യത്തോടുകൂടെ ഒരു 50 രൂപ ഈ വാളിന്റെ മജ്ലിസിലേക്ക് കൊടുക്കുമ്പോ അത് ഉമ്മ കാണുമല്ലോ, ഉപ്പ കാണുമല്ലോ, ഉമ്മ സന്തോഷിക്കുമല്ലോ. എൻ്റെ പൊന്നുമോള് എന്നെ മറന്നിട്ടില്ലല്ലോ, എൻ്റെ മോൻ എന്നെ മറന്നിട്ടില്ലല്ലോ, എൻ്റെ ഭർത്താവ് എന്നെ മറന്നിട്ടില്ലല്ലോ, എൻ്റെ ഭാര്യ എന്നെ മറന്നിട്ടില്ലല്ലോ, എൻ്റെ ഉമ്മ എന്നെ മറന്നിട്ടില്ലല്ലോ. യാ അല്ലാഹ്, ഈ സ്വതക്കയുടെ സവാബ് അവരെ ഖബറിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
ഖബർ വിശാലമാക്കണേ അല്ലാ. സഹോദരിമാരെ ഭാഗത്ത് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല ഒരു സഹായം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹിന്റെ റസൂല് പറയാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു കൊണ്ട് പറയാൻ, വസാദൽ ഖബീലത ഫാസിഖുഹും, ഒരു നാട്ടിന്റെ തലവനായിട്ട് ആ നാട്ടിലെ തമ്മാടികൾ നേതൃത്വം കൊടുക്കുക. അള്ളാഹിന്റെ റസൂൽ പറയാൻ, ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടികൾ ആ നാട്ടിന്റെ നേതാക്കളായിട്ട് വരിക. അള്ളാന്റെ ഹബീബ് തുടർന്ന് പറയുന്നു, വകാന സഈമുൽ ഖൗമി അർദലുഹു, ഒരു നാട്ടിന്റെ ഏറ്റവും വലിയ തേരാളിയും പോരാളിയുമായി ആ നാട്ടിൽ ദീനില്ലാത്ത ആളുകൾ കടന്നു വരിക. ഹബീബായ റസൂലുള്ളാഹി തുടർന്ന് പറയുന്നു, വലഗറത്തിൽ ഖൈനാതു വൽ മആസിഫു, ഡാൻസ് കളിക്കുന്ന പാട്ട് പാടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങള്, പാട്ട് പാടുന്ന പെണ്ണുങ്ങള്, ഇത് ലോകത്ത് വളരെ വ്യാപകമായിട്ട് വരിക. അള്ളാന്റെ റസൂല് അന്ത്യനാളിന്റെ അടയാളമായിട്ട് പറയുന്നു, അവസാന കാലഘട്ടം വരുമ്പോ ഒരു കൂട്ടം ആളുകൾ വരുന്നതാണ്. യസ്തഹില്ലൂനൽ ഇർവൽ ഹരീറാ, അവര് പട്ട് ഹലാലാക്കുന്നവരാണ്. അവര് ഗാനമേളകളെയും അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ വലിയ വലിയ പെണ്ണുങ്ങളുടെ ഡാൻസുകളെയും അവർ അനുവദനീയമായിട്ട് അവർ എണ്ണുന്നവരാ. അങ്ങനത്തെ ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിന് വരുമെന്ന്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് കൂടിക്കൂടി വന്നാൽ, പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പരസ്യമായിട്ട് പാട്ട് പാടുന്ന ലോകം വന്നാല്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പാട്ട് പാടിയിട്ടും അതുപോലെയുള്ള ഡാൻസ് കളിച്ചിട്ടോ അതേ റീലിറക്കുന്ന പെണ്ണുങ്ങള് കൂടിക്കൂടി വന്നാൽ, അള്ളാന്റെ റസൂലാ പറയുന്നത്, വസുരിബത്തിൽ ഖുമൂറു, കള്ളുകുടി വ്യാപകമായിട്ട് വന്നാൽ, കള്ളുകുടി അധികരിച്ചു വന്നാൽ, വലഅന ആഖിറു ആദിൽ ഉമ്മത്തി അവലഹാ, മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാര്, ആലിമീങ്ങള്, സൂഫിയാക്കള്, ഔലിയാക്കളെ കുറിച്ചൊക്കെ മോശമായിട്ട് കമന്റ് പറയുന്ന കാലഘട്ടം വന്നാൽ, അള്ളാന്റെ റസൂല് പറയുന്നത്, ഓരോന്നും പച്ചയായിട്ട് ഇങ്ങനെ പുലരുന്നത് കണ്ണുകൊണ്ട് കാണാൻ വിധിക്കപ്പെട്ടവരാ നമ്മള്. അള്ളാന്റെ റസൂല് പറയുന്നു, ഇങ്ങനത്തെ ഒരു ലോകം സംജാതമായാൽ, അള്ളാന്റെ ഹബീബിന്റെ വാക്കാണിത്, ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ അംറാ, അതിശക്തമായിരിക്കുന്ന തീക്കാറ്റ്, വലിയ ശക്തമായിരിക്കുന്ന ചൂടുള്ള ശക്തമായിരിക്കുന്ന തീക്കാറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചോ. സഹിക്കാൻ പറ്റണില്ല, ചൂട് സഹിക്കാൻ പറ്റണില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ, ഭൂമി തരം മറിയുന്നത് സൂക്ഷിച്ചോളണോ, തകടം മറിയുന്നത് സൂക്ഷിച്ചോളണോ, കാലാവസ്ഥയുടെ അന്തരീക്ഷങ്ങളൊക്കെ മാറുന്നത് ശ്രദ്ധിച്ചോളണോ. അതെ, എവിടെ നോക്കിയാലും പലതും പലപ്പോഴും നടക്കുന്നു. ഉരുൾപൊട്ടലുകളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളും അതുപോലെയുള്ള തീക്കാറ്റുകളും അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങള് നാട്ടിൽ നടക്കുകയാ. മാരകമായ രോഗങ്ങളാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹബീബായ തങ്ങളാ പറയുന്നത്, വ്യഭിചാരം കൂടി കൂടി വന്നാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നാട്ടിലെ മുമ്പ് നിങ്ങൾ പേര് കേൾക്കാത്ത പല രോഗങ്ങളും അല്ലാഹ് തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഏത് നാട്ടിൽ ചെന്നാലും പേടിയാ, ഏത് നാട്ടിൽ ചെന്നാലും പരാതിയാ. ഉസ്താദേ ദുആ ചെയ്യണം, ക്യാൻസറാ, ട്യൂമറാ,
പുതിയൊരു രോഗം വന്നിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ ചെലവ് വരും ചികിത്സിക്കാന്, ലക്ഷങ്ങൾ ചെലവ് വരും ചികിത്സിക്കാൻ. അല്ലാ, ഇതെന്ത് ലോകമാ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ, 25-26 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് ക്യാൻസർ, ചെറുപ്പക്കാരികൾക്ക് ക്യാൻസർ. യാ അല്ലാഹ്, ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ ചെറിയ 2 മക്കളാ നിലവിളിക്കുകയാ, താങ്ങാൻ പറ്റാത്ത വേദനയാ. ആരാ മക്കളെ കരയുന്നത്? 4 വയസ്സുള്ള പൊന്നുമോന്, 7 വയസ്സുള്ള പൊന്നുമോള്, 4 വയസ്സുള്ള പൊന്നുമോന് ഉമ്മാമ്മയുടെ കോന്തല പിടിച്ച് നടക്കുന്നുണ്ട്. ഉമ്മാമ്മയോട് പറയുന്നു, ഉമ്മാമ, ഉമ്മ എവിടെ? എത്ര ദിവസമായി കണ്ടിട്ട്? സുബ്ഹാനല്ലാഹ്, 4 വയസ്സുള്ള ആ പൈതല് മോൻ എനിക്കറിയില്ലല്ലോ. എന്റെ ഉമ്മ തിരുവനന്തപുരത്ത് RCCയിൽ മരണക്കിടക്കയില, സഹിക്കാൻ പറ്റാത്ത വേദനയും പേറിയിട്ട് മരണക്കിടക്കയില, ക്യാൻസറാ. സുബ്ഹാനല്ലാഹ്, എത്ര ഉമ്മമാര് വയസ്സ് 27 വയസ്സാ. എന്റെ ചെറുപ്പക്കാരാ, അഹങ്കരിക്കണ്ട, അല്ലാഹനെ മറക്കണ്ട. നല്ല ഫോണ് കിട്ടിയപ്പോ, നല്ല ജോലി കിട്ടിയപ്പോ, ഒരുപാട് ഒഴിവ് സമയം കിട്ടിയപ്പോ, തോന്നിവാസത്തിന്റെ പടച്ചറബിന് ഇഷ്ടമില്ലാത്ത സോഷ്യൽ മീഡിയയിലൂടെ ഇടപെടലുകൾ നടത്തിയിട്ട്, നമീമത്ത് പറഞ്ഞിട്ട്, പരദൂഷണം പറഞ്ഞിട്ട്, ആലിമീങ്ങളെ തൊരി പറഞ്ഞിട്ട്, തങ്ങന്മാരെ കുറ്റം പറഞ്ഞിട്ട്, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട്, സുബ്ഹാനല്ലാഹ്, ആഖിറം കളയല്ല ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അറിയുമോ? لا تغتابن أحدا فضلا عن العلماء ولو بسقف لما في لقمهم ضعفوا إن ضعف متى ما كنت تأكل ولو بجهل جرى في نفسك تلفوا. ഒന്ന് ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ, മുത്തു മുസ്തഫാന്റെ ഹുളൂറുള്ള മജ്ലിസാ. ഒന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല്. മൗലായ സ്വല്ലി വസല്ലമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലാ തഗ്തബൻ ഹദാ. ഒരാളെയും ഗീബത്ത് പറയണ്ട. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദ് എന്താ പറഞ്ഞാല്, എന്താ ഗീബത്ത് പറഞ്ഞാല്? ഇല്ലാത്തതാണോ ഞാൻ പറയുന്നത്? ഉള്ളത് തന്നെയല്ലേ ഞാൻ പറയുന്നതിന് എന്താ കുഴപ്പമുള്ളത്? മോനെ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഗീബത്ത്? ഇല്ലാത്തത് പറയലല്ല, കളവ് പറയലല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷേ അയാൾക്ക് അത് ഇഷ്ടമല്ല, അയാൾക്കത് പൊരുത്തമല്ല. ഞാൻ ആ കാര്യം മറ്റൊരാളോട് പറയല്. ഇന്നലെ ഞാൻ മോശപ്പെട്ടൊരവസ്ഥയില് എൻ്റെ സഹപ്രവർത്തകനെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടത് അയാളും കണ്ടിട്ടുണ്ട്. ഞാനല്ലാത്ത രണ്ടാമത്തെ ഒരാള്, അയാൾ അത് കണ്ടിട്ടില്ല. രഹസ്യമാണത്, ഒരാൾക്കും അതറിയില്ല. അത് അപ്പോഴേക്കും ഫേസ്ബുക്ക് എടുത്തു, അപ്പോഴേക്കും വാട്സപ്പിലിട്ടു, ഫോട്ടോ എടുത്തു. കണ്ടോ, നമ്മളെ കമ്മിറ്റി മെമ്പറാണ്,
നമ്മളെ നാട്ടിലെ ആചാര മോനാണ്, അവനെ ഇതാ കാണുന്ന അവസ്ഥ കണ്ടോ എന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഷെയർ ചെയ്തിട്ട് അവനെ കുറ്റപ്പെടുത്തുമ്പോ ഒരുപക്ഷെ നമ്മളൊക്കെ ന്യായം പറയോ, ഉസ്താദേ ഞാൻ ഷെയർ ചെയ്തത് ഉള്ളത് തന്നെയല്ലേ, ഇല്ലാത്തതല്ലല്ലോ ഞാൻ ഷെയർ ചെയ്തത്. അത് തന്നെയാടോ ഗീബത്ത്, അത് തന്നെയാടോ ഗീബത്ത്. അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തതാ ഹറാമാ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഗറ ബിസ്സൂ. രഹസ്യമായി കണ്ട ഒരു തെറ്റുണ്ടല്ലോ, അത് പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുക്ക് ഇഷ്ടമല്ല, അല്ലാഹുക്ക് വെറുപ്പാ. നിനക്ക് വേണമെങ്കിൽ പറയാം, അതേ ബാപ്പയോട് പറയാം, ഉമ്മയോട് പറയാം, ലക്ഷ്യം നല്ലതാണല്ലോ. അതേ നാട്ടിലുള്ള ഖാദിയാരോട് പറയാം, അയാളോട് ആ വിഷയത്തിൽ ബോധനം കൊടുക്കാൻ ഉപദേശിക്കാൻ വേണ്ടി ഉസ്താദുമാരോട് പറയാം, ആലിമീങ്ങളോട് പറയാം. പറയുമ്പോൾ ലക്ഷ്യം സൽക്കർമ്മമാണ് ഉദ്ദേശമെങ്കിൽ ആവാം. അതല്ല അയാളെ ഇൻസൾട്ട് ചെയ്യലാണോ, അയാളെ ചെറുതാക്കലാണോ, അയാളെ കുറ്റപ്പെടുത്തലാണോ ഹറാമാ. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ചെറിയ പയ്യനാ, ചെറിയ മോനാ, വീട്ടുവളപ്പില് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുവളപ്പിലൂടെ ഒരു നായ ഓടുകയാ. താജുദ്ദീൻ ആ നായനെ കണ്ടപ്പോ ഒരു കല്ലെടുത്തിട്ട് കല്ലുകൊണ്ട് നായനെ എറിഞ്ഞു. എറിഞ്ഞത് മാത്രമല്ല, താജുദ്ദീൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, യാ കൽബബ്നെ കൽബ് ഇഫ്സഹ്. പോടാ ഞങ്ങളെ പറമ്പെന്ന്, നായന്റെ മോനെ നായ, നായന്റെ മോനെ നായ ഓടിക്കടാന്നും പറഞ്ഞിട്ട് കല്ല് കൊണ്ടൊരു ഏറ് കൊടുത്തപ്പോ മഹാനായ താജുദ്ദീൻ സുബ്കി തങ്ങളെ ബാപ്പാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇത് കണ്ടു. കണ്ടപ്പം മോനോട് പറഞ്ഞു, മോനെ പാടില്ല, ലാ തഖുൽ ഹകദാ ലാ യജൂസു ലക അൻ തഖുല ഹകദാ. ഇങ്ങനെ പറഞ്ഞൂട മോനെ, ഇങ്ങനെ വിളിച്ചൂട മോനെ. അപ്പോൾ മോന് ചോദിച്ചു, ബാപ്പാ അലൈസൽ കൽബു ഇബ്നൽ കൽബി, നായ പിന്നെ നായന്റെ മോൻ തന്നല്ലേ ബാപ്പാ, പിന്നെ എന്താ കുഴപ്പമുള്ളത്? ബാപ്പാന്റെ മറുപടി, വശറത്തുൽ ജവാസി അല്ലാ യുഹഖിറാ. നായനെ തന്നെ നായന്റെ മോനെ എന്ന് വിളിക്കൽ അനുവദനീയമാവണമെങ്കിൽ അല്ലാ യുഹഖിറാ, അതിനെ ഇൻസൾട്ട് ചെയ്യുക എന്ന ലക്ഷ്യമുണ്ടാവരുത്. നായന്റെ മോനെ പോടാ എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ നായിന്റെ മോനെ എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ അത് ഹറാമാണ്, പാടില്ല. വശറത്തുൽ ജവാസി അല്ലാ യുഹഖിറാ. സയ്യിദുനാ തഖിയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കണം.